ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്നിൻ്റെ വൈഫിന് 2 ഓപ്ഷൻസ് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നൈറ്റ് റൈഡിന് പോകണമെന്നായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടിയാണ് അവന് റെഡിയായി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോയപ്പോൾ ഏകദേശം 10:15 സമയമായിട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ലൊരു മഴയൊക്കെ പെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. പിന്നെ റോഡിലോട്ട് നോക്കുമ്പോഴാണെങ്കിലോ കൂരി ഇരുട്ടും. പിന്നെ ഞങ്ങൾ പോണ വഴിക്കൊക്കെ നല്ല നൈസായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു പോണ വഴിക്ക്. നല്ല മൂഡുമായിരുന്നു. പിന്നെ മഴ പെയ്തിരുന്നുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ വണ്ടി ഓടിക്കാൻ. നല്ല ക്ലൈമറ്റും നല്ല തണുപ്പായിരുന്നു പോണ വഴിക്കല്ല. പിന്നെ ഞങ്ങൾ ചെറിയ സെൽഫിയൊക്കെ എടുത്തായിരുന്നു. പിന്നെ പോണ വഴി നമ്മൾ ചാത്തിയാത്തിൻ്റെ വഴി കൂടിയാണ് പോയത്. ചാത്തിയാത്ത് പള്ളിയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ ക്യൂൻസ് വേയിലോട്ട് പോയത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പോയ വൈബും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു ആ വഴിയിലേക്ക് ചെന്നപ്പോഴത്തേക്കും. പിന്നെ അവിടെ കണ്ട കാഴ്ചകളെന്ന് വെച്ചാൽ നൈറ്റ് പഴയ കൊച്ചി അല്ല എന്ന് പറയുന്ന പോലെ തന്നെ ആയിരുന്നു കേട്ടോ. അടിപൊളി വൈബായിരുന്നു അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും. കാരണം നൈറ്റ് ലൈഫ് എല്ലാവരും എൻജോയ് ചെയ്യണമെന്ന് നമുക്ക് ശരിക്കും മനസ്സിലായത് അപ്പോഴായിരുന്നു കേട്ടോ. അപ്പം നമ്മളവിടെ എത്തി കേട്ടോ. ക്യൂൻസ്വേയിലാണ് നമ്മൾ പോയത്. നിറച്ച ആളായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ഇത്രയും തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. കാരണം എല്ലാവരും എന്താ പറയുക, ഓരോരോ സെലിബ്രേഷൻ അവിടെ ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ ആ പിള്ളേരും എല്ലാവരൊക്കെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായി. അങ്ങനെ എന്താ പറയുക, നമ്മുടെ കൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് നൈറ്റ് ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചിയുടെ ഇത്ര ഭംഗിയാണെന്ന് എനിക്ക് മനസ്സിലായത്. തിരക്കൊക്കെ കുറവായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. ഞങ്ങളവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നടന്ന് എന്താ പറയുക, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണേലും ഒരു എന്താ പറയുക, കുറേ ഒരു റിലീഫ് കിട്ടിയായിരുന്നു കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫീസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം എന്താ പറയുക, ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ഐസ്ക്രീം കഴിക്കാതെ നമ്മൾ പോകില്ലല്ലോ. അങ്ങനെ പോയി. അപ്പോഴാണ് ഇത് കണ്ടത്. കുറച്ച് ദൂരെ നടന്ന് ചെന്നപ്പോൾ ഐ ലവ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറേ പിള്ളേരും എല്ലാവരും അവിടെ എന്താ പറയുക അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ഒരു നൈറ്റ് ലൈഫ് എന്തായാലും എൻജോയ് ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നമുക്ക് ജസ്റ്റ് മറൈൻ ഡ്രൈവ് വഴി പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മറൈൻ ഡ്രൈവ് വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മറൈൻ ഡ്രൈവൊക്കെ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പോലും ഇല്ല. ഭയങ്കര തിരക്കൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് പേടിയൊക്കെ ആയിരുന്നു. അപ്പോൾ പോകുന്നവരെന്തായാലും സേഫായിട്ട് പോവുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.